അവിടുന്ന് ഒരു ഉസ്താദ് പറഞ്ഞു, ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു മരിപ്പുണ്ടായിരുന്നു. ജ്യേഷ്ഠൻ മരിച്ചു. ജ്യേഷ്ഠൻ മരിച്ചിട്ട് ആ ജ്യേഷ്ഠന്റെ നേരെ അനുജൻ ആ മരിച്ച വീട്ടിലേക്കൊന്ന് പോവുകയോ മയ്യത്ത് കാണുകയോ ചെയ്തിട്ടില്ല. എന്താ മനുഷ്യന്മാരൊക്കെ ഒരു വാശി. സംഗതി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ മനുഷ്യന്മാരല്ലേ. അങ്ങോട്ട് എപ്പോഴും സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമയിലും 100% അത് കാത്തു സൂക്ഷിച്ചു പോകാൻ കഴിഞ്ഞോളൊന്നൊന്നുമില്ല. ശൈത്താന്റെ ചില ഇടപെടലുകളും ചില തെറ്റിദ്ധാരണകളും ചില വാക്കുകളൊക്കെ ഓവറായി പോയി ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവാ. സ്വന്തം ജ്യേഷ്ഠം മരിച്ചിട്ട് അനുജൻ പോയില്ല, അഞ്ചന്റെ ഭാര്യ മക്കളൊക്കെ പോയി, അഞ്ചൻ പോകാൻ തയ്യാറായില്ല. എന്താണ് ഈ മനുഷ്യന്മാരുടെ അവസ്ഥ? ഇങ്ങനെ അഹങ്കാരം എന്നല്ലാതെ എന്താ അതിനൊക്കെ പറയാ? നമ്മളെ തടിയിലുള്ള ജീവൻ പോലും പിടിച്ചു വെക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ വില നമ്മൾ നൽകുന്ന ജീവനല്ലേ. ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള സ്വത്ത് മൊത്തം വിൽക്കാനും നമ്മൾ തയ്യാറാവൂലേ? ആ ജീവൻ പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത നമ്മൾ ഇങ്ങനെ അഹങ്കാരികളായി മാറിയാൽ എന്താണ് പടച്ചോനെ അതിന്റെ അവസ്ഥ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മനുഷ്യൻ മനസ്സൊന്ന് വിശാലാക്കുക. 3 ഗുണങ്ങൾ നിന്നിലുണ്ടായാൽ അള്ളാഹു നിന്റെ ഹിസാബ് എളുപ്പാക്കി തരും. അള്ളാന്റെ റഹ്മത്ത് കൊണ്ട് നിനക്ക് സ്വർഗം നേടാ. ഏതാ 3 ഗുണം എന്നറിയോ? ഒന്ന്, തൊഴുത്തി മൻ ഹറമക്ക, നിനക്ക് തടഞ്ഞു വെച്ചവർക്ക് കൊടുക്കാനുള്ളൊരു മനസ്സ് നീ കാണിക്കണം. നീ ഒരാളോട് കുടുങ്ങിയപ്പോ ഒരു 10,000, 2,000, 5,000, 10,000 കടം ചോദിച്ചു തന്നില്ല. അവന്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് ഉറപ്പാണ്. പക്ഷെ നീ എവിടുന്നെങ്കിലുമൊക്കെ തിരിച്ച് കാര്യങ്ങളൊക്കെ നടന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോ നിന്റെ കയ്യിൽ ക്യാഷൊക്കെ ആയപ്പോ അവൻ വന്നിട്ട് ഒരു 5,000 വേണമെന്ന് ചോദിക്കുമ്പോ അപ്പൊ ഓർമ്മ വരും, അന്ന് ഞാൻ ചോദിച്ചിട്ട് തന്നില്ലല്ലോ, കൊടുക്കണ്ടെന്നേ മനസ്സ് പറയൂ. പക്ഷേ ആ സമയത്ത് തൊഴുത്തീമൻ ഹറമക്ക, നിനക്ക് തടഞ്ഞു വെച്ചവർക്ക് നീ കൊടുക്കലാണ്. നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ ബന്ധം ചേർക്കലാണ്. വലിയ കൂലിയാണ് അതിനൊക്കെ. കാരണം ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോടെ അങ്ങോട്ട് ചെന്ന് ബന്ധം ചേർക്കണമെങ്കിൽ അതൊരു നിസ്കരിക്കുന്ന ബുദ്ധിമുട്ട് മാത്രല്ല, അതിന്റെ അപ്പുറമുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ജ്യേഷ്ഠത്തി അഞ്ചത്തിയും തമ്മിൽ തെറ്റി. ഈ ജ്യേഷ്ഠത്തിന് ഒരു കാര്യമില്ലാതെ തെറ്റിദ്ധാരണ വെച്ച് വേണ്ടാത്ത പലതും ആ അഞ്ചത്തി പറഞ്ഞു. എല്ലാ അർത്ഥത്തിലും നമ്മൾ കൂടെ നിൽക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ ഈ നാടിന് ഒരു ഇസ്സത്താണ്, ഒരു കാവലാണ്, ഒരു പ്രൗഢിയാണ്, ഒരു വെളിച്ചാണ്. ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ ആരെങ്കിലുമൊക്കെ വേണ്ടപ്പെട്ടവർ മരിച്ചാൽ ആ സ്ഥാപനത്തിൽ പോയി നമുക്ക് അവിടെ ഉസ്താദുമാരെ സമീപിച്ച് ആ മക്കളെ കൊണ്ടൊക്കെ ഒന്ന് യാസീൻ ഓതിയിട്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കണേ എന്ന് പറയാനൊരവസ്ഥ ഉണ്ട് എന്നുള്ള ചെറിയ സംഗതിയാണോ? അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമിന് വേണ്ടി 24 മണിക്കൂറും എന്ന പോലെ ഒഴിഞ്ഞു വെച്ച ഒരു ടീം അവരൊന്നിച്ചിരുന്ന് ആ മരണപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞ് അവരുടെ ഹളറത്തിലേക്ക് എല്ലാരും കൂടി ഒരു യാസീൻ ഓതിയിട്ട് മനസ്സറിഞ്ഞൊന്നായിട്ട് ഹദിയ ചെയ്ത് ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഇൽമിന്റെ അഹ്ലുകാരിൽ നിന്നത് കിട്ടുന്നത് ചെറിയൊരു കാര്യമാണ്. നിങ്ങൾ വിചാരിച്ചോ? വലിയ സംഗതിയാ. അതിനൊക്കെ ഇസ്സത്തോടത് മുന്നോട്ട് പോണ്ടേ? നമ്മളുടെ ഒരു കുടുംബമായിട്ട് അതിനെ നമ്മളായിട്ട് ഏറ്റെടുക്കുക. നമ്മൾ അതിലുള്ള ഒരു അംഗാണ്ടാവുക. അതിന്റെ കോട്ടം നമ്മുടെ കോട്ടായിട്ട് നമ്മൾ കാണുക. അതിന്റെ നേട്ടം നമ്മുടെ നേട്ടമായി നമ്മൾ കാണുക. എന്ത് വില കൊടുത്തും മങ്ങലില്ലാതെ ഒരു ആടി ഉലയലുമില്ലാതെ അത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പോ മറ്റുള്ളവർക്കല്ലേ അതിന്റെ ഖൈറ് കിട്ടുന്നത്. ഇൽമു ഇവിടെ നിലനിൽക്കുമ്പോ അതിന്റെ ഖൈറ് മറ്റുള്ളവർക്കല്ലേ കിട്ടുന്നത്. അത് ഒരു കാരുണ്യമുള്ള മനസ്സിൽ നിന്നേ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുള്ളൂ. അതാണ് വഖൽബുൻ റഹീം. 3-മത്തേത് സ്വർഗ്ഗക്കാരന്റെ അലാമത്ത്. വലിസാനുൻ ലതീഫുൻ റത്ബും മിൻ ദിക്രില്ലാഹ്. ദിക്റുല്ലാഹി കൊണ്ട് പച്ചയായൊരു നാവാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത വിധം മൃദുലമായി സംസാരിക്കുന്ന നാവ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നാവ് കൊണ്ട്, നമ്മളുടെ നാവ് കൊണ്ട് ഒരാളുടെ കൽബിൽ മുറിവ് പറ്റുന്നതിനെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. ചങ്ങായി നല്ല ഉറക്കില്ലാന്ന് പറഞ്ഞു നീച്ചവര്. പക്ഷെ ആ ഉറക്ക അവസാനം തുറക്കാം. അടുത്തുള്ള ആളുകൾ പോലും അറിഞ്ഞില്ല. റൂഹ് മലക്കുൽ മൗത്ത് കൊണ്ടുപോയി. ഇത്രയുള്ളൂ മനുഷ്യന്റെ അവസ്ഥ. പഠിച്ചവനെ അല്ലാഹുവേ ഞങ്ങളൊക്കെ മരണറാഹത്തുള്ള മരണാക്കി തരണേ അല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനേ, ഈ മരണം നന്നാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ കേട്ടോ. ജീവിതം നന്നാക്കലാണ്. വേറൊരു മാർഗ്ഗവും അതിനില്ല. വേറെ എന്ത് കാര്യമാണെങ്കിലും സാരല്ല, ഇതിങ്ങനെ പോട്ടെ, അടുത്ത നമുക്ക് ഉഷാറാക്കാന്ന് പറയാം.
വാർഷിക പരിപാടിയൊക്കെ ഗംഭീരാക്കാൻ പ്ലാൻ ഇട്ടു, പറ്റാവുന്നത് പോലെയൊക്കെ അതിനു വേണ്ടി എല്ലാം ചെയ്യേണ്ടിയൊക്കെ ചെയ്തു. പക്ഷെ എന്തോ പരിപാടി റാഹത്തായില്ല. സാരല്ല, സംഘാടകർക്ക് ഒരുമിച്ച് കൂടിയിട്ട് പറയാ ഇതിങ്ങനെ പോട്ടെ, ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം എല്ലാ പോരായ്മയും പരിഹരിച്ച് ഗംഭീരായിട്ട് നമുക്ക് നടത്തണം എന്ന് പറഞ്ഞ് സമാധാനിക്കാം. എന്ത് പരിപാടി മോശമായ സാരല്ല, ഇനിയുണ്ടല്ലോ നമുക്ക് പിന്നെ ഉഷാറാക്കാന്ന് പറയാ. ഒരുത്തം മരിക്കാൻ കിടക്കുക, വേദന തുടങ്ങി. വേദന എങ്ങനെ തുടങ്ങിയപ്പോ ഇവന് ഉറപ്പായി, പടച്ചോനെ ഇതിന്റെ മരണവേദനയാണല്ലോ അല്ലാ, ഇതിന്റെ മരണവേദനയാണ്. അവന് ബോധ്യം വന്നു, എന്റെ മരണം റാഹത്തുള്ള മരണമല്ല, എന്റെ പോക്ക് സ്വർഗത്തിലേക്കുള്ള പോക്കല്ല. സുബ്ഹാനല്ലാഹ്. എന്ത് ചെയ്യാൻ പറ്റും? സാരല്ല, ഈ മരണം എങ്ങനാട്ട് പോട്ടെ, അടുത്ത ഉഷാറാക്കാം. പറയാനൊരു ചാൻസ് ഉണ്ടോ? ഇല്ല, ചാൻസേ ഉള്ളൂ. അത് നന്നാവണം. അത് നന്നാവണമെങ്കിൽ ജീവിതം നന്നാവണം. അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ ഞാൻ വല്ലാതെ ദീർഘിപ്പിക്കുന്നില്ല. നാളെ മറ്റന്നാളൊക്കെ വിപുലമായ പരിപാടി നമുക്കിവിടെ നടക്കാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ലിസാനുൽ ലത്തീഫുൻ, മൃദുലമായി ആളുകളോട് സംസാരിക്കുന്ന ഒരു നാവ്. മറ്റുള്ളവരുടെ മനസ്സിന് മുറിവേൽക്കുന്ന വിധത്തിലുള്ളൊരു വാക്കും പറയരുത് നമ്മൾ. ഒരു കത്തി കൊണ്ടോ ഒരു മുള്ളുകൊണ്ടോ ഒക്കെ മുറിയായാൽ പെട്ടെന്ന് ഉണങ്ങിയേക്കാം. പക്ഷെ നാവ് കൊണ്ട് ഏൽക്കുന്ന മുറി ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഉണങ്ങൂല. ഒരു മുള്ളുകൊണ്ടോ കുന്തം കൊണ്ടോ മുറിവേറ്റാൽ അത് പെട്ടെന്ന് ഉണങ്ങിയേക്കാം. വലായൽ താമോ മാ ജറഹൽ ലിസാനോ, നാവ് കൊണ്ട് ഏൽക്കുന്ന മുറിവ് പെട്ടെന്ന് ഉണങ്ങുകയില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ നാവ് കൊണ്ട് ഒരാളെ കൽബിൽ മുറിവേൽക്കുന്നതിനെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. അതുപോലെ തന്നെ പ്രശ്നമാണ് എഴുത്തുകളും. ശ്രദ്ധിക്കണം, എന്തും ആരെക്കുറിച്ചും എഴുതി വിടാമെന്ന് ചിന്തിക്കരുത്. ആ വിഷയത്തിലൊന്നും ഒരു ശ്രദ്ധയും പലർക്കും ഇല്ല. അള്ളാനെ പേടില്ല. ഏതെങ്കിലും റൂമിന്റെ മുക്കിലും മൂലയിലും ഇരുന്നിട്ട് മഹാന്മാരെ കുറിച്ച് പോലും പലരും എഴുതിയായിട്ട് വിടുക തന്നെ. സഹോദരാ, എഴുതുന്നവൻ മരിക്കും, ഇല്ലാതെയാകും. എഴുതപ്പെട്ടത് ഇല്ലാതെയാകില്ല. സോഷ്യൽ മീഡിയകളിലൊക്കെ എഴുതി വിടുന്നവർ ചിന്തിക്കണം, നീ എഴുതിയ ആ മെസ്സേജ് ഉണ്ടല്ലോ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് നിമിഷ നേരം കൊണ്ട് എത്തുന്നുണ്ട്. നീ അത് പിൻവലിച്ചാലും ഡിലീറ്റ് ചെയ്താലും അത് ആയിരങ്ങളുടെ അടുത്തുണ്ടവര് വായിക്കുകയാണ്. ഒമാ മിൻ കാതിബിൻ ശ്രദ്ധിക്കണം, ഈ പറയുന്നത് ശ്രദ്ധിക്കണം. എഴുതിയ ആളാണ്ട് മരിച്ചു പോവും, എന്നാൽ എഴുതപ്പെട്ടതോ എന്നെന്നും ഇവിടെ ബാക്കിയാകും. അതുകൊണ്ട് നിന്റെ കൈ കൊണ്ട് നീ എഴുതിയത് നാളെ പരലോകത്ത് നിന്നെ കാണിക്കപ്പെടുമ്പോൾ നിനക്ക് സന്തോഷം കിട്ടുന്നതാവണം. നാളെ നിന്റെ മഹ്ശറിൽ ഇതൊക്കെ നീ എഴുതിയതല്ലടാന്ന് ചോദിക്കുമ്പോ അത് കാണിച്ചു തരുമ്പോ അത് കണ്ടിട്ട് സന്തോഷിക്കാൻ പറ്റിയതേ എഴുതാവൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു, അത് വലിയ ഗീബത്താണ്, അത് നശിപ്പിക്കുന്ന ഗീബത്താണ്. അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ, വ്യഭിചാരത്തേക്കാൾ ഗൗരവമാ. അതുകൊണ്ട് സ്വർഗ്ഗക്കാരന്റെ അലാമത്താണിത്. വലിസാനുൽ ലതീഫുൻ, മൃദുലമായി സംസാരിക്കുന്ന നാവ്. റത്ബും മിൻ ദിക്രില്ലാ, ദിക്റുള്ള കൊണ്ട് പച്ചയായ നാവ്. പിന്നെയോ വജ്തിനാബുൽ മഹാരിമി, അല്ലാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് സ്വർഗ്ഗക്കാരന്റെ അലാമത്താണ്. അള്ളാനെ പേടി ചെയ്യാൻ പൂതില്ലാഞ്ഞിട്ടല്ല, എന്റെ റബ്ബിന്റെ നിരീക്ഷണത്തിലാണ് ഞാനെന്ന ചിന്ത. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും ഞാൻ അറിയുന്നല്ല അല്ലാഹു പറഞ്ഞത്.
അള്ളാനെ പേടിച്ചിട്ട് എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കുക. വഹുസ്നുൽ ഖുൽഖി സ്വഭാവവും ഇതെല്ലാം ഒരു സ്വർഗക്കാരന്റെ അലാമത്താണ്. അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ ആ ഗുണങ്ങളൊക്കെ ഒത്തിണങ്ങിയവരിൽ നമ്മൾ പെട്ടുകിട്ടണം. അതിനായി ഇങ്ങനെയുള്ള മജ്ലിസുകൾ ഉപയോഗപ്പെടുത്തണം. അതിനായി മജ്ലിസിൽ ദുആ ചെയ്യിപ്പിക്കണം. അല്ലാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ദീനീ സംരംഭങ്ങളെ വേണ്ട വിധം സഹായിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി, നമ്മളെ ബന്ധങ്ങളിൽ കുടുംബങ്ങളിൽ വേണ്ടപ്പെട്ടവരോടൊക്കെ ഈ ഒരു സംഗതി നമ്മൾ പറയാ. ഇനി ഇവിടെ നടക്കുന്ന മജ്ലിസിനെ കുറിച്ച് നമ്മൾ അവരോട് പറയാ. ഈ പരിപാടിയിലേക്ക് അവരെ ക്ഷണിക്കുക. ഇൻഷാ അല്ലാഹ് ഇത് എന്നേക്കും നമുക്ക് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന, ഖബറിലേക്ക് ഒരു വെളിച്ചം കിട്ടുന്ന മജ്ലിസായി കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട മഹാനായ കരീം ഉസ്താദ് മരിച്ചില്ലേ? ബഹുമാനപ്പെട്ട കരീം ഉസ്താദ് വഫാത്തായി. കരീം ഉസ്താദ് വഫാത്തായി കിടക്കുന്ന ഒരു ഫോട്ടോ ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് സ്റ്റാറ്റസ് വെച്ചിരുന്നു. മയ്യത്ത് കണ്ടവർ പലരും ഉണ്ടാവും. ദാരിമി ഉസ്താദ് നിങ്ങളെ സ്റ്റാറ്റസ് അല്ലേ? ചിരിച്ച പല്ല് കാണിച്ചിട്ട് ഞാൻ അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങനെ വെച്ചു. എന്താണ് ആ ഒരു ചിരി റബ്ബേ, എന്താണ് റബ്ബേ, അള്ളാഹുവേ, ജീവിതം മുതലാക്കിയല്ലോ മനുഷ്യൻ. നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ ആയിരിക്കും നിങ്ങളെ മരണം എന്ന് പറഞ്ഞില്ലേ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ കോളേജുമായി ബന്ധപ്പെട്ട പല പരിപാടിയിലും ഉസ്താദിന്റെ ഒപ്പരം ഞാൻ പങ്കെടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. മുഅ്മിനീങ്ങളെ, അള്ളാഹ്ക്ക് വേണ്ടിയായിട്ട് ജീവിച്ചപ്പോ ഞാൻ നേരത്തെ അവിടുന്ന് പറയുകയും ചെയ്തു, നമ്മുടെ മഹലിന്റെ പാലന്തോട് മഹലിന്റെ കാദ്യം കൂടിയായിരുന്നു. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ജീവിതം ഇൽമിന് വേണ്ടിയായിട്ട് നീക്കി വെച്ചപ്പോ, അള്ളാഹിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി നീക്കി വെച്ചപ്പോ അള്ളാഹു ഏറ്റെടുത്തു. ചിരിച്ച് ആ മനുഷ്യനായിട്ട് മരിച്ചു. അല്ല, മരണം അങ്ങനെയാണ്. എൻ്റെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു കടമേരി റഹ്മാനിയ അറബിക് കോളേജിൽ എന്നെ പഠിപ്പിച്ചിരുന്ന. അന്ന് കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളായിരുന്നു അവിടെ കൂട്ടിലങ്ങാടി അബ്ദുൽ അസീസ് ഉസ്താദ്. അപ്പൊ ഉസ്താദ് വഫാത്തായപ്പോ എല്ലാരും പോയി. ആ മരണ വീട്ടിലുള്ള ചർച്ച എന്താണെന്നറിയോ? ഉസ്താദിന്റെ ചിരിയെ കുറിച്ചാണ്. റാഹത്തായിട്ട് മനുഷ്യൻ ചിരിച്ചിങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ എല്ലാവരും കണ്ണാണ്ട് തുറന്ന തിരിച്ചാണ്ട് ചിരിക്കും, അങ്ങനെ കിടക്കാണ്. അപ്പൊ കൂട്ടിലങ്ങാളിയിൽ തന്നെ വേറൊരു ഉസ്താദ് ഉണ്ട്. ആ ഉസ്താദ് തീരെ സുഖമില്ലാതെ അന്ന് വിശ്രമത്തിലായിരുന്നു. ഞങ്ങൾക്ക് ബുഖാരിയൊക്കെ വെച്ച് തന്നത് കൂട്ടിലങ്ങാടിയുടെ അലി ഉസ്താദ്. അപ്പൊ മയ്യത്തൊക്കെ മറവ് ചെയ്ത് അലി ഉസ്താദിനൊന്ന് സന്ദർശിക്കാൻ ചെന്ന് ഞാൻ പറഞ്ഞു, ചിരിച്ചിങ്ങനെ കിടക്കുന്നത് പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. ആ പിന്നോട് വെച്ചു, എന്തിനാ ഈ പോലെ എന്ന് പറയുന്നത്? പോലെ എന്ന് പറയണ്ടല്ലോ, ചിരിച്ചു കിടക്കന്നെ, അത് പോലെ അല്ല. അങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉസ്താദ് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ സുബ്ഹിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് മഹാനായ സൈനുൽ ചെറുശ്ശേരി ഉസ്താദിനോട് ഞാൻ ഈ സംഭവം പറഞ്ഞു. ഇന്നലെ ഇങ്ങനെ എൻ്റെ ഒരു ഉസ്താദ് മരിച്ചിരുന്നു, കൂട്ടിലങ്ങാടിയിലെ അബ്ദുൽ അസീസ് ബാഖവി ഉസ്താദ്. ശരിക്കും ഇങ്ങനെ ചിരിച്ച് കിടക്കന്നെ. അപ്പൊ ചെറുശ്ശേരി ഉസ്താദ്, അദ്ദേഹത്തെ ഞാൻ അറിയും, പക്ഷെ ഇന്നലെ വളരെ വൈകിയാണ് പരിപാടി കഴിഞ്ഞ് എത്തിയത്. കുറച്ച് ദൂരത്തായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. എൻ്റെ അടുത്ത് ഓതിയിരുന്ന ഒരു അബ്ദുറഹ്മാൻ വഹബി ഉണ്ട്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് ഈ അബ്ദുൽ അസീസ് മുസ്ലിയാർ, എനിക്കറിയാം. അപ്പൊ അങ്ങനെ ശരിക്കും ചിരിച്ച് കിടക്കാന്ന് പറഞ്ഞ പിന്നോട് ഉസ്താദ് ഇങ്ങനെ ഒന്ന് ശ്വാസം ഇട്ട് വലിച്ചു വിട്ടിട്ട് പറഞ്ഞു, ചരിത്രത്തിൽ അങ്ങനെ പല മഹാന്മാരുണ്ടായിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ റബീഉ ഇബ്നു ഹിറാഷ് റളിയല്ലാഹുവിനെ കുറിച്ച് അദ്ദേഹം റസൂലുള്ളാഹി അങ്ങനെ ചില ഹദീസ് പറഞ്ഞപ്പോ, ഇനി എന്റെ മടക്കസ്ഥലം ഏതാണെന്ന് 100% ബോധ്യപ്പെടാതെ ഞാൻ ചിരിക്കൂല എന്ന് സത്യം ചെയ്തു. ഇനി ഞാൻ ചിരിക്കൂല, എനിക്ക് പോകാനുള്ള സ്വർഗത്തിലേക്കാന്നിട്ട് ഉറപ്പ് കിട്ടിയാലേ ഞാൻ ചിരിക്കുള്ളൂ എന്ന് സത്യം ചെയ്തിട്ട് പിന്നെ മരിക്കോൾ അദ്ദേഹം ചിരിച്ചില്ല. എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ഓതുക, വഖാല ഗാസിലുഹു, അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നവർ പറയാണ്, കുന്നാ നഗ്സിലുഹു വഹുവ യളഹഖു, ഞങ്ങൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്, അദ്ദേഹം അങ്ങനെ ചിരിക്കുന്നുണ്ട്. പഠിച്ചാനെ, ചെറുശ്ശേരി ഉസ്താദിന്റെ ആ മയ്യത്ത് ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ ഈ രംഗം ഞാൻ ഓർത്തുപോയി. ചെറുശ്ശേരി ഉസ്താദിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും എന്താണ് ആ ഒരു റാഹത്ത് റബ്ബേ എന്നതുപോലെ ബഹുമാന്യനായ കരീം ഉസ്താദ് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ.
നാളല്ലാന്റെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടെ അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ദീനുമായി ബന്ധപ്പെട്ട ഇൽമിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ നമ്മൾ കൂടെ നിന്ന് ആവുന്നത് ചെയ്തു കൊടുത്താൽ അതിൻ്റെ ഒരു സന്തോഷം ദുനിയാവിലും ആഖിറത്തിലും തീർച്ചയായും അനുഭവിക്കാൻ നമുക്കൊക്കെ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. 10-20 കൊല്ലായി ഈ ഒരു സംരംഭത്തിന്റെ വലിയ വിജയത്തിന് വേണ്ടി ബഹുമാന്യനായ ജയ്ദലവിദാരി ഉസ്താദ് പരിശ്രമം നടത്തുന്നു. അള്ളാഹു എല്ലാ ശക്തിയും നൽകട്ടെ, എല്ലാ ഹിമ്മത്തും അള്ളാഹു നൽകട്ടെ, എല്ലാ ഹിക്മത്തും അള്ളാഹു നൽകട്ടെ. ഇതൊക്കെ ദുനിയാവിലും ആഖിറത്തിലും എല്ലാ അർത്ഥത്തിലുമുള്ളൊരു സന്തോഷത്തിന്റെ കാരണമാക്കി അള്ളാഹു മാറ്റട്ടെ. പ്രിയപ്പെട്ടവരെ ദീർഘിപ്പിക്കുന്നില്ല, ഇനി നമുക്ക് ദുആ ചെയ്യാം.